വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അറിയാലോ, അർജുൻ സാറാണ്. അപ്പോൾ മക്കളെ, നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ നമുക്ക് പഠിച്ചാലോ? ഒരുപാട് കഥകൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അതിനകത്തുനിന്ന് ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാം ഈ കഥയിലില്ലേ. അപ്പോൾ എന്തായാലും ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കൂലേ? യെസ്, ചോദിക്കും. അപ്പോൾ ഒരു 5 മുതൽ ഒരു 7 മാർക്കിന് വരെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഈ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ഒരു അടിപൊളി ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് അതിഗംഭീരമായിട്ട് മക്കൾക്ക് സാറ് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത്. അടിപൊളിയായിട്ട് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് പഠിക്കുകയും ചെയ്യാം, അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം മാർക്ക് അടിച്ചെടുക്കുകയും ചെയ്യാം. ഓൾറൈറ്റ്, നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുന്ന സമയത്ത് അതിന് കുറച്ച് ഗൈഡ് ലൈൻസ് പാലിക്കണം. കുറച്ച് നിബന്ധനകൾ പാലിച്ചെഴുതിയാൽ മാത്രമേ നമുക്ക് ആ ക്യാരക്ടർ സ്കെച്ചിന്റെ മുഴുവൻ മാർക്ക് കിട്ടുകയുള്ളൂ. ആ നിബന്ധനകൾ, ആ ഗൈഡ് ലൈൻസ് ഏതൊക്കെയാണെന്ന് സാറ് പറഞ്ഞുതരാം. മക്കളെ കേട്ടോ, ആദ്യം തന്നെ നമ്മൾ ആ ക്യാരക്ടറിന്റെ പേര് അങ്ങോട്ട് എഴുതി കൊടുക്കാം. ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, അതായിരിക്കണം നമ്മുടെ ഹെഡിങ്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് നെയിം ഓഫ് ദ സ്റ്റോറി, ഏത് കഥയിൽ നിന്നാണ് ഈ കഥാപാത്രത്തെ എടുത്തിരിക്കുന്നത് എന്നും ആരാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് എന്നും നമ്മൾ എഴുതുക. അത് നിങ്ങൾക്ക് പാരഗ്രാഫായിട്ട് എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ താഴെ തന്നെ പേരും അയാളുടെ കഥയും എഴുതി വെക്കാം. എക്സ്പ്ലെയിൻ ദർ ഇമ്പോർട്ടൻസ് ഇൻ ദ സ്റ്റോറി, മെയിൻ ക്യാരക്ടർ ഓർ സൈഡ് ക്യാരക്ടർ. ഈ കഥയിൽ ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. മെയിൻ ആയിരിക്കും അല്ലെ, ചിലപ്പം പ്രൊട്ടാഗണിസ്റ്റ്, കേന്ദ്ര കഥാപാത്രത്തിനെ കുറിച്ചായിരിക്കും നമ്മൾ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കേണ്ടി വരിക. അതല്ലെങ്കിൽ ഈ മെയിൻ കഥാപാത്രത്തിന്റെ കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ വല്ല ശിങ്കിടിയോ ഒക്കെ ഉണ്ടാവുമല്ലോ, യെസ്, അതാണ് സൈഡ് ക്യാരക്ടർ. ഏത് ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എഴുതുക. ഡിസ്ക്രൈബ് ദർ അപ്പിയറൻസ്, ഈ ക്യാരക്ടർ എങ്ങനെയുള്ള ആളാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അയാളുടെ വസ്ത്രധാരണം, വേഷവിധാനം ഒക്കെ പ്രധാനമാണ്. സോ അയാളുടെ ലുക്കും അയാളുടെ വസ്ത്രധാരണവും നമ്മളൊന്ന് മെൻഷൻ ചെയ്യുക. ചിലപ്പോൾ ഈ ക്യാരക്ടർ ഒരുപക്ഷെ ഉൾപ്രദേശത്ത് വരുന്ന ഒരാളായിരിക്കും. അപ്പം റൂറൽ ഏരിയക്കാരനാണെങ്കിൽ അയാളുടെ വസ്ത്രധാരണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ അയാൾ അർബൻ ഏരിയയിൽ നിന്ന് വരികയാണെങ്കിൽ അയാളുടെ വസ്ത്രധാരണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം എല്ലാം കൊണ്ടും പലതരം വ്യത്യാസങ്ങൾ ഇവരുടെ വേഷവിധാനത്തിൽ വരുന്നത് കൊണ്ട് അതൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ എവിടെ നിന്നും വരുന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഹൈലൈറ്റ് ദർ പേഴ്സണാലിറ്റി, ഇവരുടെ എല്ലാം വ്യക്തിത്വം നമ്മളൊന്ന് എടുത്ത് എഴുതേണ്ടി വരും. ഇപ്പം പല ക്യാരക്ടേഴ്സിനും പല സ്വഭാവമായിരിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ പേഴ്സണാലിറ്റികളാണ്. നമ്മൾ മനുഷ്യന്മാരെ പോലെ ഈ ക്യാരക്ടേഴ്സിനും പേഴ്സണാലിറ്റീസ് ഉണ്ട്. അതൊക്കെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്യാരക്ടർ ഏത് സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ സ്വഭാവക്കാരിയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കാണാം. കൈൻഡ്, സെൽഫിഷ്, ഹാർഡ് വർക്കിംഗ്, ഹോണസ്റ്റ്, ഗ്രീഡി, ഹെൽപ്ഫുൾ, പേഷ്യൻ്റ്, എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് കുറച്ച് എഴുതിയിട്ടുണ്ട്. അതൊക്കെ മക്കൾ നോക്കുക. സബ്സ്റ്റാൻഷിയേറ്റ് ഇറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ ഫ്രം ദ സ്റ്റോറി. മക്കളെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് പറയുകയാണെങ്കിലും അതൊന്ന് നീതീകരിക്കാൻ വേണ്ടി, ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ പറഞ്ഞതൊന്ന് പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി കഥയിൽ നിന്നും ചില ഉദാഹരണങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാരക്ടർ വളരെ നല്ല ആളാണ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തൊരു നന്മ നമ്മൾ എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് ഈ കഥയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നല്ല കാര്യമല്ലേ? അങ്ങനെ ചെയ്താൽ നമ്മൾ പറയുന്നതിന് കുറച്ചുകൂടെ ഒരു ഫലം കിട്ടും. ആൻഡ് വിത്ത് പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ദ ക്യാരക്ടർ. നിങ്ങളല്ലേ ഈ കഥ വായിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ കഥാപാത്രത്തിനെ കുറിച്ച് മനസ്സിൽ ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടാവുമല്ലോ, അതും കൂടെ എഴുതണം. എന്നാൽ മാത്രമേ ക്യാരക്ടർ സ്കെച്ച് പൂർണ്ണമാവുകയുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയന് ഭയങ്കര വിലയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അത് വ്യക്തമായിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നാലോ, അതാ പീസ് ഓഫ് സ്ട്രിംഗിലും റൈറ്റ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ഹോച്ചിക്കോ. ഹോച്ചിക്കോവിനെ കുറിച്ചുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ ഒരു ചോദ്യം വന്നാൽ അത് എങ്ങനെ ഉണ്ടാവണം? ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് എല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് എഴുതേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം വരികയാണ് ഇങ്ങനെ, റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോച്ചിക്കോ. ഹോച്ചിക്കോവിന്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓൾറൈറ്റ്, അപ്പൊ അതെങ്ങനെ എഴുതാം നോക്കിക്കോ. ആദ്യം തന്നെ നമ്മൾ ഹോച്ചിക്കോ എന്ന് കൊടുത്തു. ദ പീസ് ഓഫ് സ്ട്രിംഗ് ബൈ ഗൈഡി മോപ്പസന്റ്. ആരാണ് കഥ എഴുതിയെന്നുള്ളതും കഥയുടെ പേരും നമ്മൾ എഴുതി. ഹോച്ചിക്കോം ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഹോച്ചിക്കോം. ദ എൻറ്റയർ പ്ലോട്ട് റിവോൾവ്സ് അറൗണ്ട് ഹിം. ഈ കഥ മൊത്തം ഇയാളിലാണ് ചുറ്റി തിരിഞ്ഞ് നടക്കുന്നത്. അതുപോലെ ഇയാളുടെ പ്രവൃത്തികളിലും. ആൻഡ് ദ ട്രാജിക് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഡെസ്ട്രോയ്സ് ഹിസ് ലൈഫ്. ഇയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ ദുരന്തപൂർണ്ണമായിട്ടുള്ള നിമിഷങ്ങളും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തകർത്തതും കുറിച്ചാണ് ഈ കഥ മൊത്തമായിട്ടുള്ളത്. ഹിസ് എക്സ്പീരിയൻസ്, ഇയാളുടെ അനുഭവം. ഹെൽപ്സ് ദ റീഡർ, വായനക്കാരന് മനസ്സിലാക്കി കൊടുക്കുന്നു. അണ്ടർസ്റ്റാൻഡ് ഹൗ റൂമേഴ്സ്, എങ്ങനെ കിംവദന്തികളും ഫോൾസ് ജഡ്ജ്മെന്റ്, തെറ്റായിട്ടുള്ള വിലയിരുത്തലുകളും ക്യാൻ ഹാം എ ഇന്നസെന്റ് പേഴ്സൺ, ഒരു നിഷ്കളങ്കനായ മനുഷ്യനെ എങ്ങനെ തകർത്ത് കളയുന്നു എന്ന് വായനക്കാർക്ക് മനസ്സിലാക്കി തരാൻ ഇയാളുടെ എക്സ്പീരിയൻസുകൾ ധാരാളമാണ്. ഇൻ അപ്പിയറൻസ്, ഇയാളുടെ വസ്ത്രധാരണത്തിൽ ഹോച്ചിക്കോം ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് പുവർ, ദരിദ്രനായിട്ട് കാണിക്കുന്നു. ആൻഡ് ഓൾഡ് നോമാൻ പെസന്റ്, ഒരു കർഷകനുമാണ്. ഹി ഈസ് സിമ്പിൾ ഇൻ ഹിസ് ഡ്രസ്സിംഗ്, അയാൾ വളരെ മിതമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ലൈക്ക് അതർ വില്ലേജ് ഫോക്ക്, മറ്റ് നാട്ടുകാരെ പോലെ തന്നെ. ആൻഡ് ഹാസ് ദ മാനറിസംസ് ഓഫ് എ ഹാർഡ് വർക്കിംഗ് റൂറൽ മാൻ, ഒരു
ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കഠിനാധ്വാനനായിട്ടുള്ള ഒരു ഗ്രാമവാസിയുടെ എല്ലാവിധ ഭാവങ്ങളും ഇയാൾക്കുണ്ട്. ഹിസ് പോവർട്ടി ഈസ് ക്ലിയർ. അയാളുടെ ദാരിദ്ര്യം തെളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് ഹി ക്യാരീസ് ഹിംസെൽഫ് വിത്ത് ഡിഗ്നിറ്റി. പക്ഷെ അന്തസ്സോട് കൂടിയാണ് ഇയാൾ ജീവിക്കുന്നത് അല്ലേ. ഇയാൾക്ക് അവസാനം വരെയും തെളിയിച്ചു കൊടുക്കേണ്ടത് ഇയാൾ സത്യസന്ധനാണ് എന്നതാണ്. ഹോ ചിക്കംസ് പേഴ്സണാലിറ്റി ഈസ് എ മിക്സ്ചർ ഓഫ് ത്രിഫ്റ്റ്നെസ്, സെൻസിറ്റിവിറ്റി ആൻഡ് ഹോണസ്റ്റി. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരികയും ക്ഷുഭിതനാവുകയും എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് ഇയാളുടെ ക്യാരക്ടർ കാണിച്ചു തരുന്നു. ആൻഡ് ഹോണസ്റ്റി, സത്യസന്ധനുമാണ്. ഹി ബിലീവ്സ്, അയാൾ വിശ്വസിക്കുന്നു, nothing should be wasted, ഒരു കാര്യം പോലും ഉപേക്ഷിക്കേണ്ടതല്ല. which is why he bends down to pick even a small piece of string. അത് നമ്മൾ തെളിയിച്ചു കൊടുക്കുകയാണ്. ഇയാൾ ഒരു കാര്യം പോലും ഉപേക്ഷിക്കേണ്ടതൊന്നല്ല എന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്? ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. സോ അതേതാണ്? ഇയാൾ കുനിഞ്ഞു നിന്നിട്ട് ഒരു കഷ്ണം കയറെടുക്കുന്നില്ലേ, അതാണ് നമ്മൾ ഇവിടെ ചേർത്ത് എഴുതിയിരിക്കുന്നത്. ദ ഷോസ്, ഇത് കാണിച്ചു തരുന്നു. ഹിസ് പ്രാക്ടിക്കൽ, അത് വളരെ പ്രാക്ടിക്കൽ ആണ്. ആൻഡ് വാല്യൂ സ്മോൾ തിങ്സ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും വില കൽപ്പിക്കുന്ന ഒരാളാണ്. ഹി ഈസ് ഓൾസോ വെരി സെൻസിറ്റീവ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്ഷുഭിതനാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ്. അബൌട്ട് ഹിസ് റെപ്യൂട്ടേഷൻ, പ്രത്യേകിച്ചും അയാളുടെ അഭിമാനത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ. ആൻഡ് ഹി കെയർസ് ഡീപ്ലി അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് ഓഫ് ഹിം. മറ്റുള്ള ആളുകൾ ഇയാളെ പറ്റി എന്താണോ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചെല്ലാം ഇയാൾ വളരെയധികം കൺസേൺഡ് ആണ്. അതുകൊണ്ടാണല്ലോ ഇയാൾ നാട്ടുകാരുടെ അടുത്ത് ഓടി ഓടി നടന്ന് പറയുന്നത്, ഞാനൊരു കഷ്ണം കയറ് മാത്രമേ കട്ടിട്ടുള്ളൂ എന്ന്. ഹിസ് ഓണസ്റ്റി, അയാളുടെ സത്യസന്ധത, പ്രൂവ്ഡ് when he tries again and again to explain that he picked up only a string, not the lost pocket book. അയാളുടെ സത്യസന്ധത തെളിയിക്കുന്ന നിമിഷങ്ങളായിരുന്നു. അയാൾ ആവർത്തിച്ച് തുടരെ ഞാൻ ഒരു കഷ്ണം കയറ് മാത്രമേ എടുത്തിട്ടുള്ളൂ, പോക്കറ്റ് ബുക്ക് കട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. even after the real pocket book is found, ആ യഥാർത്ഥത്തിലുള്ള നഷ്ടപ്പെട്ട പോക്കറ്റ് ബുക്ക് തിരിച്ചു കിട്ടിയപ്പോഴും he continues telling the truth, അയാൾ വീണ്ടും സത്യം പറയുകയായിരുന്നു. hoping someone will finally believe him, ഇയാളെ വിശ്വസിക്കുമെന്ന് ആൾക്കാർ അവസാനമെങ്കിലും ഇയാളെ വിശ്വസിക്കുമെന്ന പ്രതീക്ഷ ഇയാൾക്കുണ്ടായിരുന്നു. but people mock him instead, പക്ഷെ ആളുകൾ ഇദ്ദേഹത്തെ പരിഹസിക്കുകയായിരുന്നു. which hurts him deeply and affects his mind, ഇത് ഇയാൾ വളരെയധികം ആഴത്തിൽ ബാധിക്കുകയും അയാളുടെ മനസ്സിനെ തന്നെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന കാര്യമായിരുന്നു. ഇനി in my opinion, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയണം, എന്നാൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. Ho Chi Minh is a tragic sympathetic character. വളരെ ദുരന്തപൂർണ്ണമായിട്ടുള്ള എല്ലാവരുടെയും അനുകമ്പ ആവശ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് തോന്നിയതാണ്. ഇന്നസെൻസ്, അയാളുടെ നിഷ്കളങ്കത്വം. ആൻഡ് ഹോണസ്റ്റി, സത്യസന്ധത, മേക്സ് us feel sorry for him, ഇയാളോട് നമുക്കൊരു കഷ്ടസ്ഥിതി തോന്നുന്ന ഒരു കാര്യമാക്കി തന്നു. സ്റ്റോറി ടീച്ചേഴ്സ് കാണിച്ചു തരുന്നു, കഥ കാണിച്ചു തരുന്നത് ഹൗ അൺഫെയർ സൊസൈറ്റി, അനീതിയുള്ള ഒരു സമൂഹം, ക്യാൻ ബി ഹൗ ഈസിലി a person's life can be ruined by small misunderstanding. ചെറിയൊരു തെറ്റിദ്ധാരണ കാരണം ഒരാളുടെ ജീവിതം വളരെ എളുപ്പത്തിൽ എങ്ങനെ തകർത്ത് കളയാം എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അതോടുകൂടി നമ്മുടെ ക്യാരക്ടർ സ്കെച്ചും പൂർണ്ണമാകുന്നു. അപ്പോൾ മക്കളെ, നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതേണ്ടതെന്ന് ഇപ്പം പഠിച്ചല്ലോ, അടിപൊളിയായിട്ട് പഠിച്ചല്ലോ. അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള കഥകളിൽ നിന്നെല്ലാം ഉള്ള ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെ ഒന്ന് തയ്യാറാക്കി പഠിക്കുന്നത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പൂർണ്ണ സജ്ജരാകാൻ വേണ്ടി ഇതുപോലുള്ള ക്യാരക്ടർ സ്കെച്ചുകളൊക്കെ പഠിക്കുക. ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് സാറ് ഇനിയും വരുന്നതാണ് മക്കള്. അതിനുവേണ്ടിയൊക്കെ കാത്തിരിക്കുക. തൽക്കാലം ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇപ്പം ഒരു ചെറിയ വിരാമം. ബൈ.